ഹലോ, മുട്ട പുഴുങ്ങാതെ നമ്മൾക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒരു പാത്രം എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. ഇനി കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 സവാള അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയായിരുന്നു. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുന്നെന്ന് തോന്നുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ നല്ലോണം ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നത്, ഒന്ന് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതി, ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. എത്രയാണോ മുട്ട വേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സൈഡിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് മിക്സ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇതിന് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ എങ്ങനെയായാലും മതി ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കാം. കാരണം ആ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് വെന്ത് അതിലേക്ക് ഗ്രേവിയൊക്കെ പിടിക്കാനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൽ റെഡിയാക്കാവുന്ന കറി മാത്രമാണ് കേട്ടോ ഇത്. കാരണം ഉള്ളി തക്കാളിയൊക്കെ വഴന്ന് വരേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ, മുട്ട പുഴുങ്ങാനൊന്നും നിൽക്കണ്ടല്ലോ. കണ്ടില്ലേ, ഞാൻ ഈ ഗ്രേവിയൊക്കെ മുകളിലേക്ക് വെക്കുന്ന ആ മഞ്ഞയൊക്കെ ഒന്ന് വെന്ത് വരാനാണ് കേട്ടോ. കാരണം നമ്മൾ തിരിച്ചിടുകയൊന്നുമില്ലല്ലോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചല്ലോ. അതിന് ശേഷം ഞാനൊന്ന് 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. ഇതുപോലെയാണ് കേട്ടോ കറിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദോശ, അപ്പം, ഇടിയപ്പം എല്ലാറ്റിനെയും കൂടി കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.